പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിന് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, നാം എവിടെയാണോ ഒതുങ്ങിപ്പോയത്, എവിടെയാണോ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയാതെ ഉടഞ്ഞുപോയത്, എവിടെയാണോ തകർന്നു ഇനിയും 1% പോലും എനിക്ക് എഴുന്നേൽക്കുവാനോ മുൻപോട്ട് പോകുവാനോ കഴിയില്ലെന്ന് വിലയിരുത്തപ്പെട്ടത്, അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും സന്ദേശം ശ്രവിക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 14-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, ദൈവത്തിന് സ്തോത്രം, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ പരിചിതമേറിയ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പരിശുദ്ധാത്മാവ് ആഗമനം ചെയ്യുന്ന, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന അസാധാരണമായ സന്ദർഭങ്ങളാണ് വായിച്ചു കേൾക്കുവാനിടയായത്. അവിടെ വായിച്ചത് ഇപ്രകാരമാണ്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്. എപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യും. തൊട്ടു മുൻപിലത്തെ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തതയോടെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് അകലം വിട്ട് സഞ്ചരിച്ച് തള്ളിപ്പറഞ്ഞു പോയൊരു പത്രോസിൻ്റെ ഫേസ്, പത്രോസിൻ്റെ ചരിത്രത്തെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഭയം കൊണ്ടാണ് മുൻപിൽ നടന്ന അത്ഭുതം ചെയ്ത, വീര്യപ്രവർത്തികൾ ചെയ്ത, അടയാളങ്ങൾ കാണിച്ച, രോഗികളെ സൗഖ്യമാക്കിയ യേശുവിനെ പിടിക്കുമ്പോൾ, അകലം വിട്ട് സഞ്ചരിക്കുമ്പോൾ പത്രോസും അതിൻ്റെ നടുവിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ പത്രോസും ഭയപ്പെട്ടു പോകുന്നൊരു കാഴ്ച. പ്രിയരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നാം എവിടൊക്കെയോ ഇരുന്നു പോയത്, നാം എവിടൊക്കെയോ ഒതുങ്ങിപ്പോയത്, എവിടൊക്കെയോ ഭയപ്പെട്ടു പോയത്, ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്കിനിയും മുൻപോട്ട് സഞ്ചരിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോയ ചില മേഖലകൾക്കകത്തുനിന്ന്, സാഹചര്യങ്ങൾക്കകത്തുനിന്ന് പരിശുദ്ധാത്മായ വചനം താങ്കളെ ഉറപ്പിക്കാൻ പറയുന്നു. അത് എവിടെയാണോ ഇരുന്നു പോയത്, എവിടെയാണോ എഴുന്നേൽക്കത്തില്ലെന്ന് പറഞ്ഞത്, എവിടെയാണോ ഭയം കൊണ്ടുളവാക്കി നമ്മെ ഒതുക്കുവാൻ ശ്രമിച്ചത്, അതിൻ്റെ നടുവിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സ്തോത്രം സാന്നിധ്യം കരം ചലിക്കുവാനിടയായിത്തീരും. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്, 2 ഭാഗങ്ങളിൽ ആ സ്തോത്രം പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് കാണാൻ കഴിയുന്നു. പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല, ഭയപ്പെട്ടുപോയി. എന്താണ് ഭയപ്പെട്ടു പോയത്? മുൻപിൽ നടന്ന അരിമനാഥനെ പിടിച്ചത്, അരിമനാഥനെ ക്രൂശിക്കുന്നത് കണ്ണുകൊണ്ട് കാണുകയും പിടിക്കുകയും ചെയ്യുന്നത് അറിയുമ്പോൾ, കാണുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത വേദനയിൽ തള്ളിപ്പറയുകയാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. വാതിൽ കാക്കുന്ന ബാല്യക്കാരി പത്രോസിനോട്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനോ എന്ന് ചോദിച്ചു. നാളിതുവരെ യേശുവിൻ്റെ പിറകെ നടന്ന് യേശു വീതിച്ചു കൊടുത്ത അപ്പം ഭക്ഷിക്കുകയും അത്ഭുതങ്ങൾ കാണുകയും മറുരൂപാമലയിൽ തേജസ് കാണിക്കുകയും ചെയ്ത അരിമശിഷ്യൻ അതേ പറയുന്ന പദം തിരിച്ചു കേൾക്കണം. അല്ല എന്നവൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. അരിമനാഥനെ പിടിച്ചപ്പോൾ പത്രോസ് ഓർത്ത് ഇതോടെ അവസാനിക്കുകയാണ്, തീർന്നു. ഇനിയും ഒന്നാമത് മുൻപിൽ നടന്ന യേശുവിനെ പിടിക്കുന്നു, രണ്ടാമത്തത് ഇനി ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഭയത്തിനകത്ത് ആ സ്തോത്രം അല്ല എന്ന് സമ്മതിച്ചു പോകുന്ന, അല്ലെങ്കിൽ പറയുന്ന ഒരു പത്രോസിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രിയരെ, ഇതുപോലെ ഇനിയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എത്ര പ്രാർത്ഥിച്ചു, എത്ര ഉപവസിച്ചു, എത്ര ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയിട്ടും യാതൊരു തരത്തിലും ഒരു മുന്നേറ്റം കാണാതെ
സ്തോത്രം ശത്രു മേൽക്കുമേൽ പ്രബലനാകുന്നത് പോലെ അടിക്കടി പ്രതിസന്ധികളും അടിക്കടി പ്രതികൂലങ്ങളും കൊണ്ടുവച്ച് നമ്മുടെ മനസ്സിനെ മുരടിപ്പിച്ച് നമ്മെ മടുപ്പിച്ച് നമ്മെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ചില പൈശാചിക മേഖലകളെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവിൽ എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറയുന്നു, ആ വിഷയത്തെ നോക്കിയിട്ട് പറയണം, ഞാൻ ഇരുന്നു പോയിടത്തൂന്ന്, ഞാൻ ഒതുങ്ങിപ്പോയിടത്തൂന്ന് എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ 18-ാം അധ്യായം 25-ാം വാക്യത്തിൽ വീണ്ടും കാണുന്നു, ശീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം പത്രോസ് പിന്നെയും മറുത്തു പറഞ്ഞു. ഉടനെ കോഴി കൂകി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായ കാര്യം, അതെ, യേശുവിനെ ക്രൂശിക്കാൻ പിടിക്കുമ്പോൾ മുൻപ് കുട്ടി യേശു പ്രവചനമായി പറഞ്ഞ പ്രവചനമാണ്, ദൂതുകളാണ്. എന്നാൽ അതൊന്നും തിരിച്ചറിയാതെ ഭയത്തിനകത്ത് കേൾക്കുന്ന വാർത്തയിൽ തകർച്ചയാണല്ലോ മുൻപിൽ വന്നത്, ഇനിയും ഞാനും തകർന്നു പോകുമെന്നുള്ള വല്ലാത്ത പരിഭ്രാന്തിയിൽ മറുത്തു പറയുന്ന ഒരു സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അതല്ല കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ യേശു ഗലീല പുരുഷന്മാരെയും വിളിച്ച് അഭിസംബോധന ചെയ്ത് സ്വർഗാരോഹണം ചെയ്തിട്ട് 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തു നാളിൽ വെളിപ്പെട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപിൽ, മണിക്കൂറുകൾക്ക് മുൻപേ പത്രോസ് പറഞ്ഞത് എനിക്കറിയില്ല എന്നാണ്, എനിക്ക് നാമത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്നാണ്, എനിക്ക് നാഥനെ അറിയത്തില്ല എന്നാണ്, യേശുവിനെ അറിയത്തില്ല എന്ന് പ്രാകുവാൻ തുടങ്ങി. മറുത്തു പറഞ്ഞ് ഭയത്തിനകത്ത് മറുത്തു പറഞ്ഞ അതേ പത്രോസ് തന്നെ പെന്തക്കോസ്തു നാളിൽ 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അസാധാരണ കാഴ്ച വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തെ, എൻ്റെ സ്നേഹിത, സ്തോത്രം, താങ്കൾ എവിടെയാണോ ഒതുങ്ങിപ്പോയത്, താങ്കൾ എവിടെയാണോ ഇരുന്നു പോയത്, താങ്കൾ എവിടെയാണോ ഇനി എനിക്ക് മൂവ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത്, ഇനിയും എനിക്ക് 1% പോലും എനിക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല, ഞാൻ തകർന്നു തരിപ്പണമായെന്ന് വിലയിരുത്തപ്പെട്ടത്, അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ചലിക്കുവാനിടയായിത്തീരും. ഇനി ഈ സന്ദേശം പറയുമ്പോൾ എവിടൊക്കെയോ കുഴഞ്ഞുപോയവർ, എവിടൊക്കെയോ ഒതുങ്ങിപ്പോയവർ, എവിടൊക്കെയോ തകർച്ച കണ്ട് സ്തോത്രം മുന്നിൽ പോയവരുടെ വേദനാജനകമായ അനുഭവങ്ങൾ കണ്ട്, തകർച്ച കണ്ട് ഒതുങ്ങി ഭയപ്പെട്ടുപോയ ചില മേഖലകളെ തരണം ചെയ്ത് എഴുന്നേൽപ്പിച്ചു നിർത്താൻ കരുത്തുള്ളൊരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. ഒതുങ്ങിപ്പോയ, താളടിയായിപ്പോയ, താഴ്ച വന്നുപോയ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ താങ്കളോട് പരിശുദ്ധാത്മ പറയുന്നു, എഴുന്നേൽക്കാനുള്ള സമയം ഏറ്റവും ആഗതമായിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ സമർപ്പിച്ചു കൊടുക്കാൻ, ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഏതു മേഖലകളിലാണോ തകർന്നു പോയത്, ഏതു മേഖലകളിലാണോ താങ്കൾ ഉടഞ്ഞുപോയത്, അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അധികം പ്രതാപത്തോടെ നിർത്തുവാൻ, ശക്തിയോടെ നിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം സന്നദ്ധമാണ്. ദൈവത്തിന് ഇഷ്ടം. അതേ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞ ഒതുക്കം, നമ്മൾ പറഞ്ഞ ഉടക്കൽ, നമ്മൾ പറഞ്ഞ തകർക്കപ്പെടൽ, ഇതൊന്നുമല്ല. അതിനപ്പുറം പരിശുദ്ധാത്മാവ് നമ്മുടെ കരത്തെ പിടിക്കുന്ന സമയം വെളിപ്പെടാൻ പോകുക. ചിലരെ നോക്കി ഒരു പ്രവചന ശബ്ദമായി കൈമാറുന്നു. താങ്കൾ ഇരുന്നു പോയിടത്തുനിന്ന്, ഒതുങ്ങിപ്പോയിടത്തുനിന്ന്, ഭയപ്പെട്ടു പോയിടത്തുനിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, എഴുന്നേൽപ്പിക്കാൻ, അധിക ശക്തിയോടെ മുൻപോട്ട് പോകാൻ, ഇന്നലകളിൽ പാഞ്ഞു വന്ന പൈശാചിക മേഖലകളെ തകർക്കുന്ന വിധത്തിൽ, അവർ ഭയപ്പെടുന്ന വിധത്തിൽ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും ദൈവസന്നിധിയിൽ എന്നെ എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കരം ചലിക്കുമെന്നുള്ള അതീവ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.